ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ വ്ളോഗിന് ശേഷം ഇക്കാൻ്റെ കാര്യങ്ങളും ചോദിച്ചിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്, പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ട്, വീഡിയോസിൻ്റെ താഴെ കമൻസിലും ഫുള്ള് കാണാറുണ്ട്. അപ്പോൾ ഇന്നൊരു ഇഫ്താർ വ്ളോഗാണ്, പ്ലസ് ഇക്കാൻ്റെ ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ. അതുപോലെ നാളെയാണ് ഡോക്ടറെ കാണാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ, റിസൾട്ടും കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ സുഹൂറാണ് റെഡിയാക്കുന്നത് കേട്ടോ, അതായത് അത്താഴത്തിൻ്റെ സമയത്ത്. അപ്പോൾ ഇന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നല്ല ആക്റ്റീവ് ആവുമല്ലോ നമ്മൾ. അപ്പോൾ ഇന്ന് അത്താഴം ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. റീനു പഠിച്ച് അവിടെ ഹാളിൽ തന്നെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക, ചോറും കറിയും ചെമ്മീനും ഉണ്ടായിരുന്നു. എന്താ പറയുക, നമ്മൾ ഇഫ്താറിന് ചോറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ചോറ്, മുരിങ്ങൻ്റെ ഇല കറി, ചെമ്മീൻ ഫ്രൈ, സാലഡ്, അതുപോലെ തന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ അത്താഴത്തിന് സമയമായപ്പോഴേക്കും കുറേയൊക്കെ കഴിഞ്ഞു, കറിയൊക്കെ കുറച്ചായി. പിന്നെ അതുപോലെ ചെമ്മീനൊക്കെ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ്റെ തല മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കഴിക്കൂല, ഈ അത്താഴത്തെ സമയത്ത് ആരും കഴിക്കൂല, എന്നാലും ജസ്റ്റ് ഒന്ന് ആക്കുക, ചിലപ്പോൾ അഥവാ കഴിച്ചാലോ വിചാരിച്ചിട്ട് അങ്ങനെ കഴിഞ്ഞോളല്ലോ. അപ്പോൾ അങ്ങനെ, അപ്പം അത്താഴത്തിന് എന്തുണ്ടാക്കും എന്നുള്ള കൺഫ്യൂഷനാണ് കേട്ടോ. മിക്ക ദിവസങ്ങളിലും അങ്ങനെ കൺഫ്യൂഷൻ വരാറില്ല. പക്ഷെ ഇന്ന് എന്താ പറയുക, നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. തൽബീന ഉണ്ടാക്കണമെന്നുണ്ട്, പിന്നെ പാൽ പിഴിഞ്ഞില്ലേ അത് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ അതിനായിട്ട് തേങ്ങ പുറത്ത് വെച്ചപ്പോൾ അതിൽ അവിൽ കാണാനില്ല. അപ്പോൾ അത് പിന്നെ അത് ഒഴിവാക്കി. പിന്നെ ഞാൻ വിചാരിച്ചു ജീരക കഞ്ഞി ഉണ്ടാക്കാമെന്ന് ഉമ്മാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കിയപ്പോഴോ എന്താ പറയുക, ഉമ്മ പറഞ്ഞു വേണ്ട ഞാൻ ചോറ് വെച്ചോളാം. അങ്ങനെ അപ്പോൾ പിന്നെ വിചാരിച്ചു ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം, ഞാൻ തൽബീന ഉണ്ടാക്കാമെന്ന്. തൽബീന ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ നോമ്പിന് സുഹൂറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. നല്ല, എനിക്ക് മധുരമില്ലാണ്ട് കഴിക്കുന്ന ഡിഷസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കൂടിയായിട്ടത്. പിന്നെ കുറേ ഐറ്റംസ്, കുറേ സാധനങ്ങൾ നമ്മൾ കട്ടിംഗ് ബോർഡും അങ്ങനെ എന്താ പറയുക, സെർവിങ് ബോർഡൊക്കെ അവിടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. ഈ ആക്ച്വലി നമ്മൾ ഉറങ്ങാണ്ടിരുന്നാൽ നല്ലതല്ല, പക്ഷേ ഈ റമദാൻ മാസത്തിൽ ഈ ഒരു സമയത്ത് ഭയങ്കര ഒരു എല്ലാവരും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, നല്ല നിശബ്ദമായിട്ടുള്ള സമയത്ത് നമ്മൾക്ക് ഒരു പ്രത്യേക ഒരു ഇബാദത്തിനും അതുപോലെ എല്ലാത്തിനും ഭയങ്കര ഒരു ഇൻട്രസ്റ്റാണ് അല്ലേ. അപ്പോൾ തൽബീന ഉണ്ടാക്കുവാണ്. പിന്നെ ഇപ്പം നമ്മൾ റീല് നോക്കിയാൽ, അതായത് ഇൻസ്റ്റഗ്രാം തുറന്നാൽ ഫുള്ള് കാണുന്നത് കരാമ വൈബാണ്. അപ്പോൾ ശരിക്കും പറയുമ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര വല്ലാത്തൊരു വിഷമമാണ് തോന്നുന്നത്. അത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങളതാക്കുന്നില്ല, പക്ഷെ നമ്മൾക്ക് കാണുമ്പോൾ ഞാനേതായാലും പണ്ടൊക്കെ ആണെങ്കിൽ ഞാനൊന്ന് പോവുമായിരുന്നു. നമ്മളങ്ങനെ കാണുമ്പോൾ നമുക്ക് പോകാൻ തോന്നുമല്ലോ. അപ്പം ഇപ്പം എനിക്ക് അത് കാണുമ്പോൾ ഒരു പേടിയും വിഷമമൊക്കെ തോന്നുന്നത്. കാരണം നല്ല മാസത്തിൽ, ഇത്രയും നല്ല ദിവസങ്ങളിലൊക്കെ അങ്ങനെ രാത്രിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ചടപ്പിക്കുന്നില്ല, എനിക്ക് പറയാൻ അർഹതയുമില്ല. പക്ഷെ എന്നാലും ജസ്റ്റ് പറഞ്ഞപ്പോൾ അങ്ങനെ ഫ്ലോയിൽ പോയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ശരിക്കും ആ ഭാഗത്ത് താമസിക്കുന്നവർക്ക് ഒന്നിനൊരു മനസ്സുഖം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം അവിടെ ഇബാദത്ത് എടുക്കാൻ വിചാരിച്ചാൽ പോലും ഈ ഒരു ബഹളം, അതിൻ്റെ സൗണ്ടും കൊണ്ടൊക്കെ അവർക്ക് അതിനൊന്നും പറ്റുണ്ടാവില്ല. ഞങ്ങളവിടെ ഭയങ്കര കാമൻ ക്വൈറ്റാണ്. അപ്പോൾ ഭയങ്കര ഒരു സുഖമാണ്. ആ ഒരു മണി 2 മണി ആ സമയത്തൊക്കെ വല്ലാത്തൊരു വൈബാണ്. അപ്പോൾ നമുക്ക് ദുആ ചെയ്യാനും നമുക്ക് മനസ്സ് തുറന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള ഒരു വൈബ് ആ സമയത്ത് വരും. പക്ഷേ ഇവിടെ കരാമ ആ ഒരു ഭാഗത്തൊക്കെ ഉള്ളത് എനിക്കറിയില്ല അവിടുത്തെ ആൾക്കാരുടെ സ്ഥിതി എന്താണെന്ന്. ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻസിൽ അറിയിക്കുക കേട്ടോ, എന്താ നിങ്ങളുടെ സിറ്റുവേഷൻ എന്നൊക്കെ. ഞാനിങ്ങനെ വിചാരിക്കും ഒന്ന് എന്തായിരിക്കും അവരുടെ സിറ്റുവേഷൻ. ആ ഒരു 2 മണി 3 മണിക്ക് അത്താഴത്തിൻ്റെ സമയത്തൊക്കെ ഭയങ്കര ഒരു തിരക്കുള്ള സമയമൊക്കെ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പോയിട്ടില്ല ഇതുവരെയായിട്ട്. അപ്പം നമ്മുടെ ചോറ്, മുരിങ്ങൻ്റെ ഇല കറി, ചെമ്മീൻ, അതുപോലെ നാരങ്ങ അച്ചാർ, നാരങ്ങ നമ്മൾ ഉപ്പിലിട്ടുണ്ടല്ലോ അത്, ചെമ്മീൻ്റെ തല, അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അതുകൂടെ തൽബീന റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തൽബീനായിട്ടോ കഴിക്കേണ്ടത്, ഞാൻ തൽബീന കഴിക്കുന്നത്. പിന്നെ കുറച്ച് ചോറ്, പിന്നെ ഞാൻ ഏതായാലും കാണിക്കണമല്ലോ, ഏതായാലും ഉണ്ടാക്കിയല്ലേ, നിങ്ങൾ വിചാരിക്കുള്ളൂ ഇത് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഒന്ന് കാണിച്ചെന്നുള്ളൂ. ചോറ് കുറച്ച് മാത്രം കഴിക്കുള്ളൂ, ബാക്കി റീനു കഴിക്കും. ഇനി നമുക്ക് ഒരു ഷോപ്പിംഗ് വ്ളോഗ് കാണാം. അവിടെ പപ്പൻ കുട്ടിയാ.
റൂഹി എന്ത് വാങ്ങിക്കാനാ പോണ്? പിങ്ക് ലോലിപോപ്പ്. മറ്റേ ലോലിപോപ്പ് പിങ്ക് ലോലിപോപ്പ് പാപ്പ ഉയിക്കേത് പാപ്പാ. ഏതാ വേണ്ടത്? ഊയി പറഞ്ഞോ? ഊയി പറഞ്ഞോ? പിങ്ക് ലോലിപോപ്പ് മാത്രം പോരെ? വേറൊന്നും വേണ്ടല്ലോ? ഓക്കെ ഡൺ. എടുക്കാം. ഞാൻ വിളിച്ച റൂഹി വന്നു. അപ്പോൾ നമ്മളിന്ന് റമദാൻ പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. ഫസ്റ്റ് നോമ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ എപ്പോഴാണ് പർച്ചേസിങ്ങിന് ഇറങ്ങുന്നത് കേട്ടോ. അപ്പം ഗാല സൂപ്പർ മാർക്കറ്റ്സിലാണ് വന്നിട്ടുള്ളത്. അജ്മാനുള്ള ഇവിടെ ബിഗ് ഓഫർ നടക്കുന്നുണ്ട്. എന്താ വേണ്ട റൂഹിക്ക്? പിങ്ക് ലോലിപോപ്പാ. കമോൺ. അപ്പോൾ എൻ്റെ വ്ളോഗ്സ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുണ്ടാവും ഇപ്പം വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിനൊന്നും അങ്ങനെ വല്ലാണ്ട് പോകാറില്ല. എൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ എൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയാണ്. നോമ്പിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്, കുറേ സാധനങ്ങൾ തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇറങ്ങിയതാണ്. ഞാൻ കൂടെ എനിക്ക് ഇവിടെ ബിഗ് ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോ എടുക്കാനും വേണ്ടിയിട്ടും കൂടിയാണ് ഇവിടെ ഗാല സൂപ്പർ മാർക്കറ്റ്സിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇന്ന് റോസിന് വാങ്ങിക്കട്ടെ? റൂഹിക്ക് വേണ്ട? ഉറപ്പാ? പിന്നെ ഏതാ വേണ്ട പറ. ബബിൾക്ക് കഴിക്കാൻ പറ്റൂല. UAE ഗാലക്ക് 20 ഔട്ട്ലെറ്റ്സ് ആണുള്ളത്. റാസൽ ഖൈമ, അജ്മാൻ, ഷാർജ, ദുബായ് അവിടെ ആയിട്ട് 20 ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അതിൽ 15ഓളം ഔട്ട്ലെറ്റ്സിൽ ഗാലൻ്റെ ഔട്ട്ലെറ്റ്സിൽ ഇപ്പം ഈ ബിഗ് ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ. ബെസ്റ്റ് യൂറോപ്യൻ ക്വാളിറ്റി പ്രൊഡക്ട്സാണ് ഗാല കസ്റ്റമേഴ്സിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാണ്ട് ഇപ്പം 365 ഡേയ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റും റീഫണ്ട് ഓപ്ഷനും കൂടി നൽകുന്നുണ്ട്. അതായത് നിങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും സാധനങ്ങൾ ഗാലയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു, സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾക്കത് സാറ്റിസ്ഫൈ ആയിട്ടില്ല എന്നാണെങ്കിൽ അവർ റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യുന്ന ഓപ്ഷനും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കുറേ പ്രൊഡക്ട്സ് അവൈലബിൾ ആവുന്നത്. കൂടാണ്ട് ഗാലേൻ്റെ തന്നെ ഓൺ പ്രൊഡക്ട്സും ഓൺ ബ്രാൻഡും കുറേ ഉണ്ട് കേട്ടോ. അതുപോലെ ഈ പാസ്റ്റൊക്കെ കണ്ടോ? പാസ്റ്റൊക്കെ ഏത് പാസ്റ്റ് എടുത്താലും 1.98 ദിറംസാണ് വരുന്നത് 400 ഗ്രാമിൻ്റെ കേട്ടോ. പിന്നെ അങ്ങനെ കുറേ ഓഫേഴ്സ് ഉണ്ട്. കൂടാണ്ട് ഇപ്പം ബിഗ് ഓഫറും കൂടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഓഫേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 20 ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഗാലയ്ക്ക് UAEയിൽ. അതിൽ 15ഓളം ഔട്ട്ലെറ്റ്സിൽ ഈ ഓഫേഴ്സ് എല്ലാതും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഓഫേഴ്സൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ എന്താ പറയുക, നമ്മൾ നോമ്പ് സ്റ്റാർട്ടിങ്ങിലാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഓൺലൈൻ പർച്ചേസിങ് അല്ലാണ്ട് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഇപ്പോഴാണ് പർച്ചേസിങ്ങിന് ഇറങ്ങുന്നത്. അപ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും റോസ് ഇപ്പോൾ എവിടെ പോയിന്ന്. റോസ് ഇപ്പം വീട്ടിലുണ്ട് കേട്ടോ. റോസും ഉമ്മയും വീട്ടിലുണ്ട്. റോസുവിന് എക്സാം ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങൾ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ മട്ടൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എത്യോപ്യൻ മട്ടനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനും ഇവിടെ ഓഫറുണ്ട്. അതും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാർച്ച് 12 to മാർച്ച് 16 വരെയാണ് ഈ ബിഗ് ഓഫർ വരുന്നത് കേട്ടോ. അപ്പം ഓഫർ മിസ്സാക്കണ്ട. ഇതുപോലെ കുറേ ഐറ്റംസും ചിക്കനും ഫ്രഷ് ചിക്കനും ഒക്കെ ഓഫറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗാലൻ്റെ ഓൺ പ്രൊഡക്ട്സ് കുറേ ഉണ്ടെന്ന്. ഞാൻ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയത് കേട്ടോ. അപ്പോൾ ഗാലൻ്റെ തന്നെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. അതുപോലെ സ്പൈസ് പൗഡേഴ്സും പൾസസും ഒക്കെ ഗാലൻ്റെ ഓൺ പ്രൊഡക്ട്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നല്ല പ്രൈസിലായിരിക്കും അവൈലബിൾ ആവുന്നത്. അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഗാല ഔട്ട്ലെറ്റ്സിൽ പോയിട്ട് ഓഫേഴ്സ് മിസ്സാക്കാണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ പോയി നോക്കാം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്സും അറിയിക്കണം.
അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഇനി ഒരു 10-15 മിനിറ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ റൂം എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സിഗ്നലിൽ ഇവിടെ ഇങ്ങനെ ഇഫ്താറിൻ്റെ ആ ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്, നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോൾ ഉള്ളത്. പക്ഷെ ഞങ്ങൾക്ക് തൊട്ട് മുമ്പുള്ളവരെ കിട്ടിയിട്ടോ. പക്ഷേ അൽഹംദുലില്ലാ നമ്മളിപ്പോൾ വീടെത്തുമല്ലോ, അത് അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ, അത്രയേ ഉള്ളൂ. എന്നാലും മീൻസ് അവർ കൊടുക്കുന്നുണ്ടല്ലോ, അത് മാഷാ അല്ലാ വലിയൊരു കാര്യം. ഏത് നാട്ടിലല്ലേ ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത്. ശരിക്കും ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയുക, കുറേ ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വീഡിയോ എടുക്കുന്നത്, നിങ്ങൾക്ക് അതിനുള്ള ഒരു ഇതുണ്ടോ എന്നൊക്കെ. പക്ഷെ നമുക്ക് ടെൻഷൻ ആകുമ്പോൾ നമ്മളൊരിക്കലും ആ ടെൻഷൻ ഇങ്ങനെ ആലോചിച്ചിരിക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. നമ്മൾ പ്രാർത്ഥിക്കണം, കൂടാണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ടെൻഷൻ വിട്ടുപോകുന്ന കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ എനിക്കിങ്ങനെ വീഡിയോ എടുത്തെടുക്കുമ്പം പിന്നെ റൂഹിമോളും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ടെൻഷൻ നമ്മൾ അറിയാണ്ട് മാറിപ്പോവും. അപ്പം ഞാനും ഇക്കും റൂഹിമോളും കൂടിയാണ് ഇവിടെ ഹോസ്പിറ്റലിലോട്ട് വന്നിട്ടുള്ളത്. ഇക്കാൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൊളോണോസ്കോപ്പിയൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പം കുറച്ച് കൂടുതൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. കൊളോണോസ്കോപ്പി മാത്രമല്ല, ബയോപ്സിക്കായിട്ട് സാമ്പിൾ എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളോണോസ്കോപ്പി കുറച്ച് അനസ്തേഷ്യ കൊടുത്തിട്ടുള്ള കൊളോണോസ്കോപ്പിയാണ്. ഓൾറെഡി അനസ്തേഷ്യ കൊടുക്കും, കൂടാണ്ട് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെൻഷനുണ്ട്. ടെൻഷൻ ഇല്ലാണ്ടിരിക്കില്ലല്ലോ എന്തായാലും, അത് ഇക്കാൻ്റെ ഫേസിലും കാണാം. മീൻസ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മളെ കൂടെ ഉള്ളവർക്ക് പോസിറ്റീവ് വൈബ് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ആ ടെൻഷൻ ഉണ്ടെങ്കിൽ ആ ടെൻഷൻ വരുന്ന കാര്യം നമ്മൾ പറയാണ്ടിരിക്കുക, സംസാരിക്കാണ്ടിരിക്കുക, വേറെ എന്തെങ്കിലും സംസാരിക്കുക, സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ എനിക്ക് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് മനസ്സിൽ സങ്കടവും ടെൻഷനൊന്നും ഇല്ലാണ്ടിരിക്കില്ല. പക്ഷേ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴേ ആ സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, പറയുമ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ഇക്കാനെ അഡ്മിറ്റ് ആക്കിയിട്ട് പിന്നെ കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അതിന് ശേഷമാണ് കൊളോണോസ്കോപ്പി കൊണ്ടുപോകുക. പപ്പനെ നോക്ക്, പപ്പാൻ്റെ കൈമ നോക്കുക. ഇഞ്ചക്ഷൻ അടിക്കണോ? പപ്പാക്ക് ബൂബു ചെയ്യോ? എന്താ ചെയ്യോ? എൻ്റെ ഇടയിൽ കൂടെ ബേബി ടോയ് അല്ലേ? ഇവിടെ ഇരിക്കും. അത് വേസ്റ്റിലിട്ടു, വേസ്റ്റിലിട്. എന്താ അപ്പുറത്തെ വേസ്റ്റ് അവിടെ കൊണ്ടുപോയിട്, അവിടെ കൊണ്ടുപോയിട്. വേസ്റ്റിലിട്, മടുക്ക. അതാ വേസ്റ്റിലിട്, പ്രസ് ചെയ്യ്. ഓക്കെ, വെരി ഗുഡ്. നോക്കാം, എൻ്റെ നോക്കാം, എടുത്തേ, എടുത്തോ. ആ ബാഗിൻ്റെ അകത്ത് ഒരു ചിപ്സ് ഉണ്ട്, അതാ. അപ്പോൾ ഇക്കാനെ പ്രൊസീജിയറിന് കൊണ്ടുപോയ സമയത്ത് അവിടുന്ന് ഒരു മലയാളി ഫാമിലി റൂഹിമോളെ കണ്ടിട്ട് മനസ്സിലായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ വേറൊരു ആവശ്യത്തിനായിട്ട് വന്നതായിരുന്നു. അപ്പോൾ അവരുടെ മോളെയും കൊണ്ട് റൂഹി കളിക്കുകയാണ്. അപ്പം ഈ ഒരു സമയത്തൊന്നും ഇക്കാൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇക്ക വന്നു.
പിന്നെ അനസ്തേഷ്യ കൊടുത്തുകൊണ്ട് തന്നെ ഇക്കൊന്ന് റെഡി ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞങ്ങൾ രാത്രി 11 മണിക്കാണ് ഞങ്ങൾ പിന്നെ ഇവിടുന്ന് പോയത് കേട്ടോ ഹോസ്പിറ്റലിൽ. അതുവരെയും ഹോസ്പിറ്റലായിരുന്നു കേട്ടോ. പിന്നെ ഇത് ലാസ്റ്റ് വീക്ക് നടന്നതാണ്. പിന്നെ ഇനി നാളെയാണ് ഡോക്ടറെ കാണാനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും ദുആയിൽ ഇൻക്ലൂഡ് ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഡോക്ടർ ചെറുതായിട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു, വലിയ ഇഷ്യൂസൊന്നും ഇല്ലയെന്ന് തോന്നുന്നു, എന്തായാലും നമ്മൾക്ക് റിസൾട്ടിൻ്റെ വന്നിട്ട് അപ്ഡേറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് കറക്റ്റായിട്ട് നിങ്ങളോട് ഓപ്പണായിട്ട് പറയാൻ വയ്യ. ആ ഒരു ചെറിയൊരു പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് കേട്ടോ. ആ ഒരു ചെറിയൊരു സന്തോഷത്തിൽ. എന്തായാലും ഇൻഷാ അല്ലാ ഡോക്ടറെ കണ്ടിട്ട് നാളെ ഞാൻ വിശദമായിട്ട് പറയേണ്ടത് ഇൻഷാ അല്ലാ. കാരണം ഇത് ഇവിടുന്ന് ബയോപ്സിക്ക് അയച്ചിട്ട് അതിൻ്റെ റിസൾട്ടും കൊണ്ട് ഇവർ കുറേ സ്റ്റഡിയൊക്കെ ചെയ്തിട്ടാണ് അതിൻ്റെ ഫൈനലായിട്ടുള്ള റിസൾട്ട് തരുന്നത്. അപ്പം അത് ടൈം എടുക്കും. അപ്പോൾ അത് നാളെയാണ് ഇൻഷാ അല്ലാ. നിങ്ങളുടെ ദുആയിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, അതെനിക്ക് ശരിക്കും നല്ലൊരു പോസിറ്റീവ് വൈബാണ് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇതേപോലെ സിറ്റുവേഷനിൽ കടന്നു പോകുന്ന കുറേ ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ അവർക്കും ഒരു പോസിറ്റീവ് വൈബ് ഞാനും എൻ്റെ ഇതൊന്നും കൊടുക്കണമല്ലോ. കാരണം അങ്ങനെ ഒരാൾക്കെങ്കിലും ഒരു സമാധാനം കിട്ടിയാലോ. അപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇങ്ങനെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ കുറച്ചൊന്ന് ഇൻസ്പയറിങ് ആവട്ടെ എന്ന് വിചാരിക്കണം. പിന്നെ ഇക്കാൻ്റെ ഫുഡ് വന്നു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നോമ്പെടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇമ്മ 2 ചോക്ലേറ്റ് വാങ്ങിച്ചതില്ലേ റൂയിക്ക്? 2 ചോക്ലേറ്റ് വാങ്ങിച്ചതില്ലേ? ഇനി ഏതാ റെഡ് ചോക്ലേറ്റ്? കിൻഡർ ജോയ് അല്ലല്ലോ റെഡ് ചോക്ലേറ്റ്? അത് വാങ്ങിച്ചു തന്നല്ലോ. കിൻഡർ വേണ്ട, അതല്ലാണ്ട് വേറെ ഏതോ റെഡ് സാലഡാ. റൂയി കളിക്കലല്ലേ, അതെല്ലാം കിട്ടും. ഏത് ഏത് 56ഓ? കോയിൻസോ? എടുത്തോ. എടുത്തോ, വലിക്കേ. ഓക്കെ ഓക്കെ ഇല്ല കേട്ടോ. കഴിഞ്ഞു. എവിടെയാ പപ്പയുടെ റൂം? ഏത്? എന്താ? ഓപ്പൺ ചെയ്യും. ആ റൂയി കണ്ടുപിടിച്ചു. റൂയിക്ക് റൂമൊക്കെ അറിയട്ടോ. നമുക്കൊന്ന് തരുമോ? ഒന്ന് ഞാനല്ല വാങ്ങിച്ചെന്നേ. ഒന്ന് തരാണ്ട് ഞാൻ വിടൂല. ഒന്ന് വൺ. സോ ഇതൊക്കെയാണ് നമ്മുടെ വ്ളോഗിലെ വിശേഷങ്ങൾ. എന്തായാലും വ്ളോഗ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു.